ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. ലളിതാംബിക അന്തർജനത്തിന്റെ വിശ്വരൂപം എന്ന കഥയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ കഥയുടെ ഒരു ഉള്ളടക്കം, കഥയുടെ ഒരു സംഗ്രഹം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. മിസിസ് തലത്തിനെ കാണാനെത്തുന്ന സുധീർ, അവിടെയാണ് കഥയുടെ തുടക്കം. അവിടെ വെച്ച് രൂപം കൊണ്ട് രണ്ടുപേർക്കും പരസ്പരം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പക്ഷേ ശബ്ദം കൊണ്ട് അവർ തിരിച്ചറിയുന്നു. ആഴത്തിലുള്ളൊരു ആത്മബന്ധം അവരിൽ നിലനിന്നിരുന്നത് കൊണ്ടാണ് അവർക്ക് ശബ്ദം കൊണ്ട് അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞത്. തുടർന്ന് സുധീറിന്റെ ഓർമ്മകളിലൂടെ മിസിസ് തലത്തിന്റെ ജീവിതത്തിലെ പല ഏടുകളും കഥയിലേക്ക് കടന്നു വരികയാണ്. അവരെ രണ്ടുപേരെയും ചേർത്ത് നിർത്തിയത് ഡോക്ടർ തലത്തായിരുന്നു. ഡോക്ടർ തലത്തിന്റെ ഓർമ്മകളാണ് അവരുടെ ഇടയിലൂടെ ഒലിച്ചിറങ്ങിയത്. എന്നാൽ ഇന്ന് അദ്ദേഹത്തിന്റെ അസാന്നിധ്യം അവർ അനുഭവിക്കുന്നുണ്ട്. ഡോക്ടർ തലത്തിന്റെ സെക്രട്ടറിയായി ചെന്ന സുധീർ പിന്നീട് അവരുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയായി മാറുകയാണ്. മിസിസ് തലത്ത് പൗരസ്ത്യ സംസ്കാരമെല്ലാം മറന്ന് പാശ്ചാത്യ സംസ്കാരത്തിൽ ആണ്ടുപോയ ഒരു സ്ത്രീത്വം, ഒരു വാർദ്ധക്യത്തിൽ സ്ത്രീത്വത്തിന്റെ ഭാവം, മാതൃത്വത്തിന്റെ ഭാവം, അതാണ് സ്ത്രീത്വത്തിനുണ്ടായിരിക്കേണ്ടതെന്ന തിരിച്ചറിവ് അവരിൽ ഉണ്ടാവുകയും അവർ അമ്മയുടെ വിശ്വരൂപം, മാതൃത്വത്തിന്റെ വിശ്വരൂപം പ്രാപിക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്. വളരെ ചുരുക്കി ഒന്നുകൂടി അതിന്റെ ഒരു ഉള്ളടക്കം ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് മിസിസ് തലത്തിന്റെ ജീവിതത്തിൽ വന്ന പരിണാമങ്ങളെ കുറിച്ചാണ്. വളരെ ദരിദ്രമായ അവസ്ഥയിൽ ദരിദ്രരായ അച്ഛനമ്മമാരോടൊപ്പം ജനിച്ചു വളർന്ന ഒരു കഥാപാത്രമായിരുന്നു ഇതിലെ മിസിസ് തലത്ത്. താഴത്തു കുഞ്ഞിക്കുട്ടിയമ്മ എന്നായിരുന്നു അവരുടെ പേര്. പിന്നീട് അവർ വിവാഹത്തോടുകൂടി ഭർത്താവിനോടൊപ്പം വിദേശത്തേക്ക് പോവുകയാണ്. വിദേശത്ത് അവർ താഴത്തു കുഞ്ഞിക്കുട്ടിയമ്മയല്ല, മിസിസ് തലത്താണ്, മാഡം തലത്താണ്. അവർ അവിടെ മാറുകയായിരുന്നു. അവരുടെ ജീവിതത്തിൽ പരിണാമം സംഭവിക്കുകയായിരുന്നു. ഭാരത സംസ്കാരത്തെ മറന്നുപോയ, സ്ത്രീത്വത്തിന്റെ ഭാവത്തെ, മാതൃത്വത്തിന്റെ ഭാവത്തെ മറന്നുപോയ ഒരു കഥാപാത്രമാണ് ഇവിടെ മിസിസ് തലത്ത്. എന്നാൽ പിന്നീട് വാർദ്ധക്യ കാലഘട്ടത്തിൽ അവരുടെ ജീവിതത്തിൽ വീണ്ടും മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഭർത്താവിന്റെ മരണത്തോടുകൂടി അവർ ഒറ്റയാക്കപ്പെടുകയാണ്. ജീവിതത്തിൽ അവർ ഏകാന്തത അനുഭവിക്കുകയാണ്. അവർ വാർദ്ധക്യത്തിൽ പല തിരിച്ചറിവുകളും അവർക്കുണ്ടാകുന്നു. ആ തിരിച്ചറിവുകളിൽ നിന്നുകൊണ്ട് തന്നെ അവർ അമ്മയുടെ വിശ്വരൂപം പ്രാപിക്കുകയാണ്. ഇത്തരൊരു പരിണാമം ഈ കഥയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മിസിസ് തലത്തിന്റെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലുള്ള ജീവിതാവസ്ഥകളെയാണ്, ജീവിത പരിണാമങ്ങളെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. പ്രധാനമായും കഥാസന്ദർഭങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് തന്നെ വേണം നമുക്ക് ആ ഒരു ചർച്ചയിലേക്ക് എത്തുവാനായിട്ട്. ഈ വിഷയത്തിലേക്ക് കടക്കുന്നത് തന്നെ കഥയിലെ ഒരു വാക്യത്തിലൂടെയാകാം. കാലത്തിനും ദേശത്തിനും അനുസരിച്ച് ജീവിതം സ്വയം രൂപപ്പെടുകയാണ്. സുധീർ മിസിസ് തലത്തിനോട് പറയുന്ന ഒരു വാക്യമാണിത്. കാലത്തിനും ദേശത്തിനും അനുസരിച്ച് ജീവിതം സ്വയം രൂപപ്പെടുകയാണ്. മിസിസ് തലത്തിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു സൂചനയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഇനി മറ്റൊരു വാക്യത്തിലേക്ക് പോകാം. ചക്രവർത്തിനിയുടെ ജന്മമാണ് അവരുടേത്, ആരുടെ മുന്നിലും തലകുനിക്കില്ല. മിസിസ് തലത്തിന്റെ ഇന്നലകളെ കുറിച്ചുള്ള സൂചനയാണത്. ആരുടെ മുന്നിലും തലകുനിക്കാത്ത ചക്രവർത്തിയുടെ ജന്മമായിരുന്നു അവരുടേത്. തുടർന്ന് മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു, അവർ തല കുനിച്ചു. ആദ്യത്തെ സന്ദർഭത്തിൽ നമ്മൾ കണ്ടു ചക്രവർത്തിനിയുടെ ജന്മമാണ് അവരുടേത്, ആരുടെ മുന്നിലും തല കുനിക്കില്ല. യൗവന കാലഘട്ടത്തിൽ, ഭർത്താവിനോടൊപ്പമുള്ള ജീവിത കാലഘട്ടത്തിൽ ആരുടെ മുന്നിലും തലകുനിക്കാത്ത ചക്രവർത്തിനിയുടെ ജന്മമായിരുന്നു അവരുടേത്. ജീവിതത്തിൽ പരിണാമം സംഭവിക്കുമ്പോൾ
അവർ മാടം തലത്തിൽ നിന്നും താഴത്ത് കുഞ്ഞുകുട്ടിയമ്മയിലേക്ക് മാറുമ്പോൾ അവർ തലകുനിച്ചു. പാഠഭാഗത്തിന്റെ 5-ാമത്തെ പേജിൽ മുകളിൽ തന്നെ നമുക്ക് കാണാം, അവർ തല കുനിച്ചു. തുടർന്നു വരുന്നൊരു വാക്യം അവരുടെ സംഭാഷണമാണ്. ഞാനും സ്വന്തം കൈകൊണ്ട് പാകപ്പെടുത്തി ഇത്ര താല്പര്യപൂർവം ആർക്കും ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ല. വാർദ്ധക്യ കാലഘട്ടത്തിൽ ജീവിതാവസ്ഥയിൽ വ്യത്യാസം വരുമ്പോൾ, ചില തിരിച്ചറിവുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവർ ജീവിതത്തിൽ തലകുനിക്കുന്നുണ്ട്. എവിടെയാണ് ഇവർ തലകുനിച്ചത് എന്നുള്ളതാണ്. നമുക്കറിയാം, സുധീർ നീണ്ട അനേകം വർഷങ്ങളുടെ അടുപ്പം, ആത്മബന്ധം ഇവർ തമ്മിലുണ്ട്. ഡോക്ടർ തലത്തിന്റെ സെക്രട്ടറിയായി എത്തുന്ന സുധീർ ഇവരുടെ 5-ാമത്തെ മകനായിരിക്കുമെന്ന് പറയുന്നുണ്ട്. ഡോക്ടർ തലത്ത് പറയുന്നുണ്ട്. എന്താണ് അങ്ങനെ പറഞ്ഞതിന്റെ ഒരു കാരണം? 4 കുട്ടികൾ ഉണ്ടായിരുന്നു മിസ്സിസ് തലത്തിന്. 4 പേരും ബോർഡിങ്ങിലാണ്. മൂത്തയാള് ഹോസ്റ്റലിൽ, ബാക്കി എല്ലാവരും ബോർഡിങ്ങിലാണ്. മക്കളെ കൂടെ നിർത്തിയിട്ടില്ല, മക്കളെ താലോലിച്ചിട്ടില്ല, മക്കൾക്ക് മുല കൊടുത്തിട്ടില്ല, മക്കളെ സ്നേഹിച്ചിട്ടില്ല, രോഗം വരുമ്പോൾ അവരുടെ അടുത്തിരുന്ന് ശുശ്രൂഷിച്ചിട്ടില്ല. ഇതൊന്നും ചെയ്യാത്ത മിസ്സിസ് തലത്ത്, മാഡം തലത്ത്, അവരോടാണ് ഡോക്ടർ തലത്ത് പറയുന്നത്, സുധീർ നമ്മുടെ 5-ാമത്തെ മകനായിരിക്കും, കുറച്ചുനാൾ അവൻ നമ്മോടൊപ്പം ഉണ്ടായിരിക്കും എന്നാണ് ഡോക്ടർ തലത്ത് അവിടെ പറയുന്നത്. അവിടെ ഡോക്ടർ തലത്ത് അങ്ങനെ പറഞ്ഞതിന്റെ ഒരു കാരണം, ചിലപ്പോൾ 4 മക്കളെയും കൂടെ നിർത്താതെ ഹോസ്റ്റലിലും ബോർഡിങ്ങിലും ആക്കിയ മിസ്സിസ് തലത്ത്, ഇവന്റെ വരവ് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അതുകൊണ്ടുകൂടിയാവാൻ ഡോക്ടർ തലത്ത് പറഞ്ഞത് കുറച്ചുനാൾ ഇവൻ നമ്മോടൊപ്പം ഉണ്ടാകും. എന്നാൽ കഥയുടെ അവസാനം വരുമ്പോൾ 4 മക്കളും അവരോടൊപ്പം ഇല്ല. മിസ്സിസ് തലത്ത് താഴത്ത് കുഞ്ഞുകുട്ടിയമ്മയിലേക്ക് മാറുമ്പോൾ അവരുടെ മക്കൾ 4 പേരും 4 ഇടങ്ങളിലാണ്, അവരോടൊപ്പമില്ല. മക്കളുടെ സ്നേഹവും പരിചരണവും വാർദ്ധക്യത്തിൽ അവർക്ക് ലഭിക്കുന്നില്ല. ഒരു മകന്റെ സ്നേഹവും അടുപ്പവും ഇവിടെ മിസ്സിസ് തലത്തിന് തന്റെ വാർദ്ധക്യത്തിൽ പകർന്നു കൊടുക്കുന്നത് സുധീറാണ്. താഴത്ത് കുഞ്ഞുകുട്ടിയമ്മയായ വാർദ്ധക്യത്തിൽ അവർ മാറിയപ്പോൾ അവർ സ്വയം പാകപ്പെടുത്തി സുധീറിന് കാപ്പി കൊണ്ട് കൊടുക്കുകയാണ്. അവർ കാപ്പി കൊണ്ട് കൊടുക്കുമ്പോൾ സുധീറിന് അത് അനുഭവപ്പെട്ടത്, പണ്ട് തന്റെ അമ്മ കാപ്പി ഉണ്ടാക്കി, പലഹാരമുണ്ടാക്കി, തന്റെ ഒപ്പമിരുന്ന് തനിക്ക് തന്ന ഒരു അനുഭവമാണ്, അനുഭൂതിയാണ് അന്നേരം ഉണ്ടായത്. ഒരു അമ്മയിൽ നിന്നും കിട്ടുന്ന സ്നേഹം ഒരു കാപ്പി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പലഹാരം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കഴിക്കാനുള്ള ഒരു വസ്തു മാത്രമല്ലത്. അമ്മ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ, മക്കൾക്ക് കൊടുക്കുമ്പോൾ അതിൽ സ്നേഹമുണ്ട്. സ്നേഹത്തിൽ ചാലിച്ചാണ് അമ്മമാർ മക്കൾക്ക് ആഹാരം കൊടുക്കുന്നത്. ആ ഒരു സ്നേഹം ഇവിടെ സുധീർ താഴത്ത് കുഞ്ഞുകുട്ടിയമ്മയിൽ നിന്നും അനുഭവിക്കുന്നുണ്ട്. അവിടെ സ്വന്തം കൈകൊണ്ടവർ പാകപ്പെടുത്തി കൊടുക്കുന്നതിൽ സുധീരൻ അനുഭവപ്പെടുന്നത് അമ്മയുടെ സ്നേഹമായിരുന്നു. മിസ്സിസ് തലത്തിൽ നിന്ന് സുധീർ അനുഭവിച്ചത് അമ്മയുടെ സ്നേഹമായിരുന്നു എന്നുള്ളതാണ്. അവിടെയാണ് സുധീറിൽ നിന്നും ഒരു മകന്റെ സ്നേഹം അവർക്ക് കിട്ടിയപ്പോൾ അവർ അവിടെ തലകുനിച്ചു. ആ സ്നേഹത്തിന് മുന്നിൽ അവർ തലകുനിച്ചു. ആ തലകുനിക്കൽ അമ്മയുടേതാണ്, മാതൃത്വത്തിൻ്റെതാണ്. വിനയപ്പെടലും താഴ്മയും തലകുനിക്കലും എല്ലാം മാതൃത്വത്തിന്റെ സവിശേഷതകളാണ്. ഇവിടെ കാണാൻ കഴിയുന്നു അത് തന്നെയാണ്. ആ മകന്റെ മുന്നിൽ അവർ തലകുനിച്ചു. അവിടെ സുധീർ മകനായി മാറുകയാണ്. മകൻ നൽകുന്ന സ്നേഹം അവർ അനുഭവിക്കുകയാണ്. തൊട്ടു മുൻപ് സുധീർ പറയുന്നുണ്ട്, എത്രയോ തവണ മാഡം എനിക്ക് കാപ്പി ഉണ്ടാക്കി തന്നിട്ടുണ്ട്, പക്ഷെ ഇത്ര രുചി തോന്നിയിട്ടില്ല, ഇപ്പോൾ വയററിയാതെ കഴിച്ചു പോകുന്നു എന്നുള്ളതാണ്. അവിടെ എന്തുകൊണ്ടാണ് ഇത്ര രുചി തോന്നിയത് സുധീറിന്? അതാണ് അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത്. ആ ആഹാരത്തിൽ, ആ കാപ്പിയിൽ അമ്മയുടെ സ്നേഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിന് രുചി കൂടിയത്. സ്നേഹം ചാലിച്ച് ആഹാരം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിന് രുചി കൂടും. അത് സുധീർ അനുഭവിച്ചത് അവിടെ വെളിപ്പെടുത്തിയപ്പോൾ ആ സ്നേഹത്തിന് മുൻപിൽ മിസ്സിസ് തലത്ത് താഴത്ത് കുഞ്ഞുകുട്ടിയമ്മ വിനീതയായി മാറുകയാണ്, അമ്മയായി മാറുകയാണ്. അതാണ് അവിടെ നമുക്ക് വെളിപ്പെടുന്ന ഒരു യാഥാർത്ഥ്യം.
നമ്മൾ ആദ്യമേ കണ്ടു, ചക്രവർത്തിനിയുടെ ജന്മമായിരുന്നു അവരുടേത്. ആരുടെ മുന്നിലും തലകുനിച്ചിട്ടില്ല. ജീവിതത്തിന്റെ അവസാന നാളുകളിലും അവർ ആകെ തലകുനിച്ചത് സുധീരന്റെ മുന്നിൽ മാത്രം, ഒരു മകന്റെ സ്നേഹത്തിന് മുന്നിൽ മാത്രം. മറ്റൊരു സന്ദർഭത്തിൽ അവർ പറയുന്നുണ്ട്, കൊടുത്തത് മാത്രമേ നേടാൻ നോക്കൂ. ഈ ഒരു വാക്യത്തിൽ തെളിയുന്നതും അവർ ആർക്കൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. മക്കൾക്ക് സ്നേഹം കൊടുത്തിട്ടില്ല, അവരെ താരാട്ടുപാടിയിട്ടില്ല, അവരുടെ കൂടെ കിടന്നിട്ടില്ല, അവർക്ക് രോഗം വന്നപ്പോൾ അവരെ ശുശ്രൂഷിച്ചിട്ടില്ല, അവർക്ക് മുല കൊടുത്തിട്ടില്ല. മിസ്സിസ് തലത്തിനെ കണ്ടാൽ ഒന്ന് പ്രസവിച്ചതാണെന്ന് പോലും പറയില്ല എന്നാണ് അവരെ പറ്റി പറഞ്ഞിരുന്ന അഭിപ്രായം. അപ്പൊ അവർ ആർക്കൊന്നും കൊടുത്തിട്ടില്ല. മിസ്സിസ് തലത്തായി അവർ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ പാശ്ചാത്യ നാടുകളിൽ ഭർത്താവിനോടൊപ്പം, ഭർത്താവിന് വേണ്ടി സ്വന്തം ജീവിതത്തെ അവർ രൂപപ്പെടുത്തുകയായിരുന്നു. അവരുടെ സ്വീകരണമുറി പരിചിത വലയത്തിലെല്ലാം പ്രസിദ്ധമായിരുന്നു. അലങ്കാരങ്ങളുടെ അന്തസ്സും സൽക്കാരങ്ങളിലെ ഔചിത്യവും സംഭാഷണങ്ങളിലെ രസികതയും മിസ്സിസ് തലത്തിന്റെ പ്രത്യേകതകളായിരുന്നു. എല്ലാത്തിലും ഉപരി തല ഉയർത്തിപ്പിടിച്ചിട്ടുള്ള അവരുടെ അംഗവിക്ഷേപങ്ങൾ, അങ്ങനെ ഒരു പ്രൗഢ വനിതയായിരുന്നു അവർ എന്നുള്ളതായിരുന്നു. ഭാരതീയ സ്ത്രീത്വത്തിന്റെ അംബാസിഡർ എന്ന് പോലും പലരും അവരെ വിളിച്ചിട്ടുണ്ട്. വേഷത്തിലും ഭാവത്തിലും നടപ്പിലും ഒരു മഹാറാണിയുടെ അന്തസ് അവരിൽ പ്രകടമായിരുന്നു. അത്തരത്തിൽ പാശ്ചാത്യ രാജ്യത്ത് അവർ ജീവിച്ചപ്പോൾ ഭാരതീയ സംസ്കാരത്തെ എല്ലാം മറന്നുകൊണ്ട്, പൗരസ്ത്യ സംസ്കാരത്തെ എല്ലാം വെടിഞ്ഞുകൊണ്ട് പാശ്ചാത്യ സംസ്കാരത്തിൽ ആണ്ടിറങ്ങി അവിടെ ഒരു മഹാറാണിയെ പോലെ, പ്രൗഢ വനിതയെ പോലെ ജീവിച്ച ഒരു കഥാപാത്രമാണ് മിസ്സിസ് തലത്ത്. സ്വീകരണമുറിയിലും ക്ലബിലും നാടകശാലയിലുമെല്ലാം പറന്നു നടക്കുന്ന ഉന്മേഷഭരിതയായ ഒരു ലേഡിയായിരുന്നു മിസ്സിസ് തലത്ത്. പലപ്പോഴും ഡോക്ടർ തലത്ത് തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ സങ്കീർണമായ ചില വിഷയങ്ങൾ നേരിടുമ്പോൾ, പ്രതിസന്ധികൾ നേരിടുമ്പോൾ അതിനൊരു പുഞ്ചിരി കൊണ്ട് മായ്ച്ചു കളയുന്ന നയതന്ത്രജ്ഞയായിരുന്നു മിസ്സിസ് തലത്ത്. ഡോളിയില്ലെങ്കിൽ ഞാൻ വെറും നിഴലായി പോയേനെ എന്ന് പറയുന്നുണ്ട് ഡോക്ടർ തലത്ത്. സങ്കീർണമായ പ്രശ്നങ്ങളെല്ലാം അവളുടെ ഒരു ചിരിയിൽ മാഞ്ഞു പോകുന്നു. യഥാർത്ഥ നയതന്ത്ര പ്രതിനിധി അവളാണ് എന്ന് ഡോക്ടർ തലത്ത് പറയുന്നുണ്ട്. ഡോക്ടർ തലത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിലെ സങ്കീർണമായ പല പ്രശ്നങ്ങളും, അതിലെല്ലാം ആരിടപെട്ടിരുന്നു? മിസ്സിസ് തലത്ത് ഇടപെട്ടിരുന്നു. അവളുടെ ഒരു പുഞ്ചിരിയിൽ ആ പ്രശ്നങ്ങളെല്ലാം മാഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള പ്രൗഢ വനിതയായിരുന്നു മിസ്സിസ് തലത്ത്. പൗരസ്ത്യ സംസ്കാരത്തെ അവർ മറന്നിരുന്നു. ഔപചാരികമായി ഒന്ന് ചിട്ടപ്പെടുത്താതെ ചിരിക്കുവാനോ കരയുവാനോ പോലും കഴിയാത്തൊരു പ്രൗഢ വനിതയായിരുന്നു മിസ്സിസ് തലത്ത്. അത്തരത്തിൽ യൗവന കാലഘട്ടത്തിൽ, ഭർത്താവിനോടൊപ്പം വിദേശ രാജ്യങ്ങളിൽ കഴിഞ്ഞിരുന്ന കാലഘട്ടത്തിൽ ഒരു മഹാറാണിയെപ്പോലെ, പ്രൗഢ വനിതയെപ്പോലെ ഭർത്താവിനെ ഭരിക്കുന്ന, ഭർത്താവിന്റെ ഔദ്യോഗിക കാര്യങ്ങളിൽ പോലും ഇടപെടുന്ന, വേലക്കാരെ ശാസിക്കുന്ന, മക്കളെ പരിപാലിക്കാത്ത, നോക്കാത്ത, സ്നേഹിക്കാത്ത, വളർത്താത്ത ഒരു സ്ത്രീത്വമായിരുന്നു മിസ്സിസ് തലത്ത്. മറ്റൊരു സന്ദർഭത്തിൽ മിസ്സിസ് തലത്ത് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അച്ഛനമ്മമാരെ ദൈവത്തെ പോലെ വിചാരിച്ചിട്ടില്ല. അവസാന നാളുകളിൽ അമ്മ കാണുവാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് തുടരെ കത്തുകൾ അയച്ചെങ്കിലും നാട്ടിലേക്ക് പോകുവാൻ മടിയുള്ളത് കൊണ്ട് ഞാൻ പോയില്ല. തഴുത്തു കുഞ്ഞുകുട്ടിയമ്മയായി മാറിയ മിസ്സിസ് തലത്ത് സുധീറിനോട് പറയുന്ന വാക്കുകളാണ്. തന്റെ അച്ഛനമ്മമാരെ താൻ ദൈവത്തെ പോലെ കണ്ടിട്ടില്ല. അമ്മ മരിക്കാറായ അവസാനം, അമ്മയുടെ അവസാന നാളുകളിൽ ഒന്ന് കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച് തുടരെ കത്തയച്ചു മിസ്സിസ് തലത്തിന്. പക്ഷേ മിസ്സിസ് തലത്ത് നാട്ടിലേക്ക് പോവുകയോ അമ്മയെ കാണുകയോ ചെയ്തില്ല. അന്ന് ഭർത്താവിന് വേണ്ടി രൂപപ്പെടുത്തിയതായിരുന്നു തന്റെ ജീവിതം. അവിടെ അച്ഛനോ അമ്മയ്ക്കോ മക്കൾക്കോ സ്ഥാനമുണ്ടായില്ല എന്നുള്ളതാണ്. മിസ്സിസ് തലത്തിന്റെ ജീവിതത്തിൽ, മിസ്സിസ് തലത്തിന്റെ യൗവന കാലഘട്ടത്തിലെ ജീവിതത്തിൽ അവർക്ക് സംഭവിച്ച ഏറ്റവും വലിയൊരു വീഴ്ച അതായിരുന്നു. തന്റെ ജീവിതത്തിൽ ഭർത്താവിന് മാത്രമേ സ്ഥാനമുണ്ടായിരുന്നു. അച്ഛനും അമ്മയ്ക്കും സ്ഥാനമുണ്ടായിരുന്നില്ല. മക്കൾക്ക് സ്ഥാനമുണ്ടായിരുന്നില്ല.
എന്നാൽ അവിടെ അവർ മറന്നത് മാതൃത്വത്തിന്റെ ഭാവത്തെയാണ്. അമ്മ എന്ന വിശ്വരൂപത്തെയാണ് അവർ അവിടെ മറന്നുപോയത്. വാർദ്ധക്യത്തിൽ പഴയകാല ഓർമ്മകൾ കടന്നു വരുമ്പോൾ അവർക്ക് കുറ്റബോധമുണ്ട്. സുധീറിനോട് അവർ ഇത് പറയുമ്പോൾ, കൊടുത്തത് മാത്രമേ നേടാനൊക്കൂ എന്ന് പറയുമ്പോൾ, തന്റെ അച്ഛനമ്മമാരെ നാം നോക്കിയിട്ടില്ല, അവരെ ദൈവത്തെ പോലെ കണ്ടിട്ടില്ല, അവസാന നാൾ അവരെ ഒരു നോക്ക് കാണുവാനായിട്ട് ചെന്നിട്ടില്ല. ആ ഒരു കുറ്റബോധം, ആ ഒരു പശ്ചാത്താപം അവരുടെ മനസ്സിലുണ്ട്. താഴത്തു കുഞ്ഞിക്കുട്ടിയമ്മയുടെ മനസ്സിൽ അത് കിടന്ന് നീറുന്നുണ്ട്, ആ കുറ്റബോധം. മാഡം തലത്തായി, മിസ്സിസ് തലത്തായി ഈ കഥാപാത്രം ജീവിച്ചപ്പോഴുള്ള അവരുടെ രൂപ, ഭാവ, പ്രവൃത്തികളെ നമ്മൾ കണ്ടു കഴിഞ്ഞു. മിസ്സിസ് തലത്തിൽ നിന്നും താഴത്തു കുഞ്ഞിക്കുട്ടിയമ്മയായി പരിണമിക്കുമ്പോൾ അവരിൽ കൈവരുന്ന, അവരിലേക്ക് കടന്നു വരുന്ന ഭാവം, ആ ഒരു അവസ്ഥയാണ് തുടർന്ന് നമ്മളൊന്ന് ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ട ഒരു കാര്യമുണ്ട്. വാർദ്ധക്യത്തിൽ മിസ്സിസ് തലത്തിനെ കണ്ടെത്തുവാനായി സുധീർ വരുമ്പോൾ അവിടെ കൃത്യമായിട്ട് കഥാകൃത്ത് മിസ്സിസ് തലത്തിന്റെ രൂപം വരച്ചിടുന്നുണ്ട്. കൃശമായ ശരീരം, നെറ്റിയിലെ ഭസ്മക്കുറി, കഴുത്തിൽ രുദ്രാക്ഷമാല. അവരുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ രൂപത്തെക്കുറിച്ചുമുള്ള ഒരു ചിത്രം അവിടെ കഥാകൃത്ത് വ്യക്തമാക്കുന്നുണ്ട്. താഴത്തു കുഞ്ഞിക്കുട്ടിയമ്മയുടെ രൂപം അതായിരുന്നു. താപസതുല്യമായ ജീവിതമായിരുന്നു അവർ നയിച്ചിരുന്നത്. ഇതാണ് താഴത്തു കുഞ്ഞിക്കുട്ടിയമ്മയെ പറ്റിയുള്ള ഈ കഥയിൽ ആദ്യം കാണുന്ന ഒരു ചിത്രം. അത് തന്നെയാണ്. തുടർന്ന് തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. മിസ്സിസ് തലത്ത് സ്വന്തം കൈകൊണ്ട് ചായയുണ്ടാക്കി സുധീറിന് കൊടുക്കുന്ന സന്ദർഭം. അവിടെ സുധീർ പറയുന്ന വാക്യം നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. പല പ്രാവശ്യം മാഡം എനിക്ക് കാപ്പി തന്നിട്ടുണ്ട്, എങ്കിൽ ഇത്ര രുചി തോന്നിയിട്ടില്ല. ഈ സുധീർ എന്ന 5ാമത്തെ മകന്റെ സ്നേഹം അവരനുഭവിച്ചപ്പോൾ ആ സ്നേഹത്തിന് മുന്നിൽ, മകൻ തിരികെ കൊടുത്ത സ്നേഹത്തിന് മുന്നിൽ അവർ വിനീതയായി മാറുകയാണ്. അവർ തലകുനിക്കുന്ന ഒരു സന്ദർഭം. ഈ കഥയിൽ മിസ്സിസ് തലത്തിനെ പറ്റി പറയുന്ന അനേക സന്ദർഭങ്ങൾ ഉണ്ടെങ്കിലും അവർ തലകുനിക്കുന്ന ഒരേ ഒരു സന്ദർഭമേ ഉള്ളൂ. അത് സുധീറിന്റെ മുന്നിലാണ്, സുധീർ എന്ന മകന്റെ മുന്നിലാണ്. 4 മക്കളെ പെറ്റിട്ടും അവരൊന്നും മക്കളായിരുന്നില്ല. അവരെ മക്കളെ പോലെ അവർ വളർത്തിയില്ല, അവർക്കൊന്നും കൊടുത്തില്ല. അതുകൊണ്ട് അവരിൽ നിന്നൊന്നും തിരിച്ചു കിട്ടിയുമില്ല. എന്നാൽ ഡോക്ടർ തലത്ത് പകർന്നു കൊടുത്ത സ്നേഹം, ഒരു മകൻ എന്ന നിലയിൽ പകർന്നു കൊടുത്ത സ്നേഹം, വാർദ്ധക്യത്തിൽ മിസ്സിസ് തലത്തിന് ആ സുധീറിൽ നിന്നും ആ സ്നേഹം തിരികെ കിട്ടുമ്പോൾ ആ സുധീറിന് മുന്നിൽ മിസ്സിസ് തലത്ത് വിനീതയാവുന്നു. അവന്റെ സ്നേഹത്തിന് മുന്നിൽ മിസ്സിസ് തലത്ത് തലകുനിക്കുന്നു. ഞാനും എന്റെ കൈകൊണ്ട് പാകപ്പെടുത്തി ഇത്ര താല്പര്യപൂർവം ആർക്കും ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ല. ആദ്യമായി അമ്മയുടെ സ്നേഹത്തോടെ, താല്പര്യത്തോടെ, മനസ്സോടെ ഒരാൾക്ക് ആഹാരം പാകം ചെയ്തു കൊടുക്കുന്ന സന്ദർഭം, ജീവിതത്തിലെ ആദ്യത്തെ സന്ദർഭമാണ് ഇവിടെ. അവിടെ അവർ അമ്മയായി രൂപാന്തരപ്പെടുകയാണ്. മിസ്സിസ് തലത്തിൽ നിന്നും താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മയിലേക്ക് അവർ മാറുകയാണ്. അമ്മയെന്ന ഭാവത്തെ അവർ ധരിക്കുകയാണ്. മക്കൾ ഉണ്ടാകുമ്പോഴാണ് ഒരാൾ അമ്മയാകുന്നത്. പ്രസവിച്ചു എന്നുള്ളത് കൊണ്ട് ആരും അമ്മയും അച്ഛനുമാകുന്നില്ല. സ്നേഹത്തോടെ ലാളിച്ച് താലോലിച്ച് വളർത്തുമ്പോഴാണ് ഒരമ്മ അമ്മയായി മാറുന്നത്, ഒരച്ഛൻ അച്ഛനായി മാറുന്നത്. അപ്പൊ അമ്മയുടെ സ്നേഹം ഇതുവരെ അവർ ആർക്കും കൊടുത്തിട്ടില്ല. ഇവിടെ ആദ്യമായി സുധീറിന് കൊടുക്കുകയാണ്. അതാണ് ആ സന്ദർഭത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. തന്റെ വാർദ്ധക്യ കാലഘട്ടത്തിൽ മക്കളോടൊപ്പം കഴിയാത്തതിന്റെ ഒരു കാരണത്തെപ്പറ്റി മിസ്സിസ് തലത്ത് പറയുന്നിടത്ത്, വേണ്ട സുധീർ, ഞാൻ ആരുടെ ആശ്രിതയായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, മറ്റൊന്നുമില്ലെങ്കിലും ഞാനായി തന്നെ മരിക്കട്ടെ എന്ന് മിസ്സിസ് തലത്ത് പറയുന്നുണ്ട്. താഴത്തു കുഞ്ഞിക്കുട്ടിയമ്മയായി പറയുന്നുണ്ട്. ഇവിടെ അവരുടെ അഭിമാനബോധം, നിശ്ചയദാർഢ്യം നമുക്ക് വെളിവാകുന്നുണ്ട്. ഇപ്പോഴും ഇവർ യജമാനത്തിയുടെ അതേ ഭാവം, ചക്രവർത്തിനിയുടെ അതേ ഭാവം അവരിൽ നിഴലിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അവരുടെ വ്യക്തിത്വത്തെ, മിസ്സിസ് തലത്തിന്റെ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. മക്കളുടെ ആശ്രിതയായി കഴിയുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവർക്കൊന്നും കൊടുത്തിട്ടില്ലാത്തത് കൊണ്ടും
അവരിൽ നിന്നൊന്നും കിട്ടില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഞാനായി തന്നെ മരിക്കട്ടെ. അവരുടെ നിശ്ചയദാർഢ്യം, ആ അഭിമാന ബോധം, അതവരുടെ വ്യക്തിത്വത്തെയാണ് കാണിക്കുന്നത്. തൊട്ടു താഴെ അവർ പറയുന്നുണ്ട്, മാടം തലത്ത് മരിച്ചുപോയി മകനെ, മിസ്റ്റർ തലത്തിനോടൊപ്പം അവരും മരിച്ചു. ഇത് അമ്മയാണ്, താഴത്തു കുഞ്ഞുകുട്ടി അമ്മയാണ്. അവിടെ അമ്മ എന്ന ഭാവത്തെ ഒരിക്കൽ കൂടി സുധീർ കാണുകയാണ്. താഴത്തു കുഞ്ഞുകുട്ടി അമ്മയിലേക്കുള്ള അവരുടെ മാറ്റം. മിസ്റ്റർ തലത്തിന്റെ മരണത്തോടുകൂടി മാടൻ തലത്ത് എന്ന രൂപത്തിൽ നിന്നും ഭാവത്തിൽ നിന്നും അവർ താഴത്തു കുഞ്ഞിക്കുട്ടിയമ്മ എന്ന ഭാവത്തിലേക്ക്, രൂപത്തിലേക്ക്, അമ്മ എന്ന ഭാവത്തിലേക്ക് അവർ മാറുകയാണ്. മിസ്സിസ് തലത്തിനോട് യാത്ര പറഞ്ഞിറങ്ങുന്ന സന്ദർഭത്തിൽ സുധീറിനോട് മിസ്സിസ് തലത്ത് നൽകുന്ന ഒരു ഉപദേശമുണ്ട്. നീ നിന്റെ ഭാര്യയോട് പറയണം. സുധീർ വിവാഹം കഴിച്ചിട്ടില്ല. വിവാഹം കഴിക്കുമ്പോൾ നീ നിന്റെ ഭാര്യയോട് പറയണം, കുട്ടികളെ ബോർഡിങ്ങിലാക്കരുത്, അവർക്ക് ആയയെ വെക്കരുത്, അമ്മ തന്നെ വളർത്തണം, സ്നേഹിക്കുകയും ലാളിക്കുകയും ശാസിക്കുകയും ചെയ്യണം. എങ്കിലേ അമ്മ കുട്ടികളുടെ ഭാഗവും കുട്ടികൾ അമ്മയുടെ ഭാഗവുമായി മാറുകയുള്ളൂ. ഇത് നീ നിന്റെ ഭാര്യയെ പഠിപ്പിക്കണം എന്നാണ് സുധീറിനോട് മിസ്സിസ് തലത്ത് പറയുന്നത്. ഇവിടെയാണ് സുധീർ സത്യത്തിൽ ഞെട്ടിപ്പോകുന്നത്. അമ്മ എന്ന ഭാവത്തെ അവിടെ വെച്ച് സുധീർ തിരിച്ചറിയുകയാണ്. സുധീർ പടിയിറങ്ങിയിട്ടും തിരിഞ്ഞു നോക്കി. അപ്പോഴും വാതിൽക്കൽ നോക്കി നിൽക്കുന്ന ആ വൃദ്ധ അവരെ താനിന്ന് ശരിക്കും യഥാർത്ഥമായി കണ്ടിരിക്കുന്നു. അവർ മാടന്തലത്തല്ല, ലേഡിയല്ല, സാമൂഹിക പ്രവർത്തകയല്ല, അമ്മയാണ്, വെറും അമ്മ. അമ്മ എന്ന രൂപത്തെ, അമ്മ എന്ന ഭാവത്തെ അവിടെ സുധീർ കാണുകയാണ്, തിരിച്ചറിയുകയാണ്. മിസ്സിസ് തലത്ത് എന്ന പ്രൗഢവനിതയിൽ നിന്നും സ്ത്രീത്വത്തെ, മാതൃത്വത്തെ മറന്ന പരിഷ്കാരത്തിന്റെ നിന്നയിലിരുന്ന മിസ്സിസ് തലത്ത്, മാടൻ തലത്ത് അമ്മ എന്ന ഭാവത്തിലേക്ക് മാറിയതിന്റെ പൂർണ്ണത ഈ സന്ദർഭത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. മിസ്സിസ് തലത്ത് എന്ന കഥാപാത്രം അവരുടെ വ്യത്യസ്തമായ ജീവിത കാലഘട്ടത്തിലെ രൂപഭാവങ്ങളെയാണ്, ജീവിതാവസ്ഥകളെയാണ് കഥാകൃത്ത് ഈ കഥയിൽ ആവിഷ്കരിക്കുന്നത്. ഈ കഥ നമ്മോട് പറയുന്ന ചില സന്ദേശങ്ങളുണ്ട്. മിസ്സിസ് തലത്തിന്റെ ജീവിതത്തിലൂടെ സ്ത്രീത്വത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് അമ്മ എന്ന രൂപത്തിലെത്തുമ്പോഴാണ്. മാതൃത്വത്തിന്റെ ഭാവത്തെ വരിക്കുമ്പോഴാണ് ഒരു സ്ത്രീ സ്ത്രീയായി മാറുന്നത്. സ്ത്രീയുടെ രൂപം അമ്മയുടെ രൂപമായിരിക്കണം. ഈ ഒരു തിരിച്ചറിവാണ് ഇവരുടെ ജീവിതത്തിലൂടെ ഈ കഥ പകരുന്നത്. സ്ത്രീയുടെ രൂപം അമ്മയുടെ രൂപമായിരിക്കണം. കുടുംബത്തോടും മക്കളോടും ഉത്തരവാദിത്വമില്ലാത്ത, അച്ഛനമ്മമാരെ മറക്കുന്ന സ്ത്രീത്വമല്ല വേണ്ടത്. അമ്മയുടെ രൂപത്തെ, അമ്മയുടെ ഭാവത്തെ ഉൾക്കൊള്ളുന്ന, ആർജിക്കുന്ന സ്ത്രീയുടെ രൂപമാണ് വേണ്ടത്. യൗവന കാലഘട്ടത്തിൽ അച്ഛനമ്മമാരെ മറന്നു, മക്കളെ മറന്നു, ഭർത്താവിന് വേണ്ടി മാത്രം രൂപപ്പെടുത്തിയ ജീവിതം, പ്രൗഢ വനിതയായി മക്കൾക്ക് മുല പോലും കൊടുക്കാതെ, ശാസിക്കാതെ, സ്നേഹിക്കാതെ, ലാളിക്കാതെ തന്റേതു മാത്രമായ ലോകം, ഭർത്താവിനോടൊപ്പം തന്റേതു മാത്രമായ ലോകം സൃഷ്ടിച്ചുണ്ടാക്കിയ സ്ത്രീയാണ് അവർ. സ്ത്രീയുടെ മാതൃഭാവത്തെ അവർ കണ്ടില്ല. സ്ത്രീയുടെ മാതൃഭാവത്തെ അവർ ഉൾക്കൊണ്ടില്ല. സ്വാതന്ത്ര്യത്തിന്റെ പുതിയ പടവുകൾ തേടിപ്പോയപ്പോൾ മക്കളുടെ അവകാശങ്ങൾ, അച്ഛനമ്മമാരുടെ അവകാശങ്ങളെ അവർ മറന്നു. സ്ത്രീ പ്രകൃതിയാണ്, അമ്മയാണ്. ഈ ഒരു സത്യമാണ് ലളിതാംബിക അന്തർജനം ഈ കഥയിലൂടെ പകരുന്നത്. കൊടുക്കുന്നവളാണ് അമ്മ. മക്കൾക്ക് കൊടുക്കുന്ന ആഹാരത്തിൽ പോലും സ്നേഹത്തിന്റെ ഭാവം ചാലിച്ചു ചേർക്കും. സ്നേഹത്തിൽ ചാലിച്ച് മക്കൾക്ക് കൊടുക്കുന്ന, മറ്റുള്ളവർക്ക് പകരുന്ന ഭാവമാണ് അമ്മയുടേത്. ആ ഒരു ഭാവത്തിൽ അവരാകെ പ്രത്യക്ഷപ്പെടുന്നത് സുധീറിന്റെ മുമ്പിൽ മാത്രം. അവിടെ മാത്രം അവർ തലകുനിച്ചു. എങ്കിലും അവസാന നാളുകൾ വരെ മറ്റാരുടെ ആശ്രിതയായി കഴിയാതെ ചക്രവർത്തിയുടെ ജന്മം അവർ ജീവിച്ചു തീർക്കുകയാണ്. യൗവന കാലഘട്ടത്തിൽ പരിഷ്കാരത്തിന്റെ തിണ്ണയിലിരുന്ന ഒരു ചക്രവർത്തിനിയായി മാറിയപ്പോൾ ജീവിതത്തിലെ വാർദ്ധക്യ നാളുകളിൽ അമ്മ എന്ന രൂപത്തെ അവർ
ആവാഹിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ആരുടെയും ആശ്രതിയായി മാറാതെ, ആത്മാഭിമാനം നഷ്ടപ്പെടുത്താതെ, നിശ്ചയദാർഢ്യത്തോടുകൂടി ചക്രവർത്തിനിയുടെ ജന്മം അവർ ജീവിച്ചു തീർക്കുകയാണ്. താൻ പ്രസവിച്ചിട്ടില്ലെങ്കിലും തന്റെ 5ാമത്തെ മകനെന്ന് തന്റെ ഭർത്താവ് തന്നോട് പറഞ്ഞ സുധീറിന്റെ സ്നേഹമാണ് അവർക്കാകെ അനുഭവിക്കാൻ കഴിഞ്ഞത്. അത്തരത്തിൽ ഒരു പരിണാമം തന്റെ വാർദ്ധക്യത്തിൽ അവർക്ക് സംഭവിക്കുന്നു. അപ്പൊ ഈ ജീവിതാവസ്ഥകളെയാണ് ഈ കഥയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ഇതിൽ നിന്ന് നാം തിരിച്ചറിയേണ്ട ഒരു വസ്തുത, സ്ത്രീ പ്രകൃതിയാണ്, അമ്മയാണ്. ആ ഒരു തിരിച്ചറിവാണ് ഈ കഥ നമ്മോട് പറയുന്നത്. കാലത്തിനും ദേശത്തിനും അനുസരിച്ച് ജീവിതം സ്വയം രൂപപ്പെടുകയാണ്. ഈ പ്രസ്താവനയെ വിലയിരുത്താൻ ചോദിച്ചാലും ചക്രവർത്തിനിയുടെ ജന്മമാണ് അവരുടേത്. ആരുടെ മുന്നിലും തലകുനിക്കില്ല. അവർ തലകുനിച്ചു. ഈ 2 സന്ദർഭങ്ങൾ വെച്ചുകൊണ്ട് മിസ്സിസ് തലത്തിന്റെ ജീവിതത്തിലെ വ്യത്യസ്തമായ കാലഘട്ടങ്ങളെ വിശകലനം ചെയ്യാനും ചോദ്യം വരാം. ഏത് രീതിയിൽ ചോദിച്ചാലും മിസ്സിസ് തലത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാലും ഇന്നത്തെ ക്ലാസ്സിൽ നിന്നും അതിന്റെ ആശയത്തെ കണ്ടെത്തണം. മിസ്സിസ് തലത്ത് എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യാൻ പറഞ്ഞാലും ഇന്നത്തെ ക്ലാസ്സിൽ നിന്നും കിട്ടിയ ആശയത്തെ വെച്ചുകൊണ്ട് തന്നെ ഉത്തരം എഴുതേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിലെ പ്രധാന ആശയങ്ങള് നോട്ട് ബുക്കിലേക്ക് കുറിച്ചു വെക്കാൻ മറക്കരുത്. ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉള്ളതായി തോന്നിയെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, മിസ്സിസ് തലത്തിന്റെ ജീവിതത്തിലെ വ്യത്യസ്ത കാലഘട്ടങ്ങളെ കഥയിൽ എങ്ങനെയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. മിസ്സിസ് തലത്ത് എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. കാലത്തിനും ദേശത്തിനും അനുസരിച്ച് ജീവിതം സ്വയം രൂപപ്പെടുകയാണ്. വിശ്വരൂപം എന്ന കഥയെ മുൻനിർത്തി ഈ പ്രസ്താവന പരിശോധിക്കുക. മിസ്സിസ് തലത്ത് എന്ന കഥാപാത്രത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ പ്രസ്താവന പരിശോധിക്കുക. ഇത്തരത്തിൽ വ്യത്യസ്തമായ രീതിയിൽ ചോദ്യങ്ങൾ വന്നാലും ഉത്തരം എഴുതാൻ പാകത്തിന് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ള മുഴുവൻ ആശയങ്ങളും നോട്ട് ബുക്കിലേക്ക് കുറിക്കണം. ഈ ചോദ്യങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഉത്തരം കൂടി എഴുതി തയ്യാറാക്കണം. മറന്നു പോകരുത്. അപ്പൊ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഈ കഥയിലെ പുതിയ ആശയ തലവുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കുട്ടികൾക്കും വിനീതമായ നമസ്കാരം.